ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ശരയോഗ പരിശീലന കോഴ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ഒരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും ഭാരതത്തിനകത്തും നമ്മളുടെ രാജ്യത്തിന് പുറത്തുമുള്ള വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആൾക്കാരാണ് ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വദേശത്തോ വിദേശത്തോ ഉള്ളവർക്ക് ഏത് സമയത്തും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരയോഗം എന്ന് പറയുന്നത് പൗരാണികമായ ഒരു ശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. ശരത്തിന് ശ്വാസം എന്നൊരർത്ഥമുണ്ട്, ജീവശക്തി എന്നൊരർത്ഥമുണ്ട്, പ്രാണശക്തി എന്നൊരർത്ഥമുണ്ട്. കുറെ കൂടി സൂക്ഷ്മമായി പോയാൽ നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന കുണ്ഡലിനി ശക്തി യഥാർത്ഥത്തിൽ ഈ ശരം തന്നെയാണ് എന്നാണ് യോഗിമാര് പറയുക. ഇപ്പൊ മുരുകന്റെ കയ്യിലുള്ള ദണ്ഡായുധവാണിയായിരിക്കുന്ന മുരുകന്റെ കയ്യിലുള്ള വേൽ നമ്മുടെ നട്ടെല്ലിനെ, ആ നട്ടെല്ലിലുള്ള ഷഡാധാര ചക്രങ്ങളെ, അതിലൂടെ പാസ് ചെയ്യുന്ന ഇടാപിംഗള സുഷുമ്നാ നാഡികളെ, അതിലൂടെ ഒഴുകുന്ന പ്രാണനെ, ശരത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഇപ്പൊ കുമാരീഖണ്ഡം എന്ന് വിളിക്കുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു ശ്രീ മുരുകൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെമോറിയ എന്ന പേരായ ഒരു വലിയ ഒരു ദ്വാരക പോലെ ഒരു രാജ്യം ഭാരതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നും അത് വളരെ വിസ്തൃതമായിരുന്നുവെന്നും ഒരു കാലഘട്ടത്തിൽ അവിടെ വളരെയധികം സാംസ്കാരികവും രാഷ്ട്രീയപരവും ആത്മീയവും വിദ്യാഭ്യാസപരവുമായി ഉന്നതി പ്രാപിച്ച സംസ്കാര സമ്പന്നരായ ആധ്യാത്മികത നിറഞ്ഞ ഒരു ജനത ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദ്വാരക ഒരിക്കൽ കടലെടുത്ത് പോയതുപോലെ ഈ പറയുന്ന കുമാരീഖണ്ഡവും കടലെടുത്തു പോയി എന്നുമാണ്. അത് വീണ്ടും കുമാരീഖണ്ഡം ഉയർന്നു വരും തുടങ്ങിയിരിക്കുന്ന വാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും മഹാഋഷികൾ പറയുന്നത് ഒരു മഹാപരിവർത്തന യുഗത്തിലേക്കാണ് നമ്മളുടെ ഭാരതം പോകുന്നതെന്നാണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, ഭാരതം ലോക ഗുരുവാണെന്നാണ് പറയുക. സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ വളരെ പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗത്തിലും തുടർന്ന് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളിലും ഒക്കെ വിവേകാനന്ദ സ്വാമികൾ ഉന്നയിച്ച വലിയൊരു ആശയമുണ്ട്, ഒരു ഉദാഹരണമുണ്ട്. ഭാരതം എന്ന് പറയുന്നത് ഒരു തീവണ്ടി എഞ്ചിനാണ്. ഒരു തീവണ്ടി എഞ്ചിന്റെ കർത്തവ്യം എന്താ? അതില് കണക്ട് ചെയ്തിരിക്കുന്ന ബോഗികളെ യഥാസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭാരതം ആത്മീയതയുടെ ഒരു തീവണ്ടി എഞ്ചിനാണെന്നാണ് പറയാ. ശുദ്ധമായ യാതൊരു കലർപ്പുമില്ലാത്ത ഭാരതീയ ഋഷി ഗുരു ആചാര്യ പരമ്പരകളിലൂടെ പകർന്നു വന്ന സംശുദ്ധമായ യോഗശാസ്ത്രത്തിന്റെ, തന്ത്രശാസ്ത്രത്തിന്റെ, വേദാന്ത ശാസ്ത്രത്തിന്റെ, അതിന്റെയൊക്കെ ഭാഗമായിരിക്കുന്ന ശരയോഗ വിദ്യയുടെയൊക്കെ ഒരു വിളനിലമാണ് ഭാരതം എന്ന് പറയും. അപ്പൊ ലോക ഗുരുവാണ് ഭാരതം. ഗുരു എന്ന ശബ്ദത്തിന്റെ അർത്ഥം നമുക്കറിയാം. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ അത് അകറ്റുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ അകറ്റുന്നയാളെയാണ് നമ്മൾ ഗുരു എന്ന് പറയുക. അപ്പൊ ഭാരതം ലോകത്തിന്റെ ഗുരുവാണ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അജ്ഞതയെ, തമസിനെ ഇല്ലാതാക്കാനുള്ള കൃത്യമായൊരു പദ്ധതി നമ്മളുടെ ഭാരതത്തിലുണ്ട്. സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരത സംസ്കാരത്തിലെ ഏറ്റവും ഉന്നതരായ ഋഷിവര്യന്മാർ, ഗുരുക്കന്മാർ ശരയോഗ വിദ്യ, കുണ്ഡലിനി ക്രിയ, യോഗവിദ്യ, തന്ത്രവിദ്യ, വേദാന്ത വിദ്യകളിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ പണ്ട് ശ്രീ മുരുകൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിൽ, ലെമോറിയ അല്ലെങ്കിൽ കുമാരീഖണ്ഡം എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ അപ്ലൈ ചെയ്തിരുന്നത് ശരയോഗ വിദ്യയാണെന്നും പറയുന്നുണ്ട്. അഗസ്ത്യനും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന 18 സിദ്ധപാരമ്പര്യവും തമിഴ് ശൈവ പാരമ്പര്യവും ഒക്കെ ഈ ശരയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ശരം എന്നുള്ളതിന് ശ്വാസം എന്നൊരർത്ഥമുണ്ട്, ജീവശക്തി എന്നൊരർത്ഥമുണ്ട്, പ്രാണശക്തി എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ ഷഡാധാര ചക്രങ്ങളും മനസ്സും ബോധവും എല്ലാം ചേർന്നിരിക്കുന്ന കുണ്ഡലിനി ശക്തിയും യഥാർത്ഥത്തിൽ ശരത്തിന്റെ ആ ഒരു ദണ്ഡായുധപാണിയായ മുരുകന്റെ കയ്യിലെ ഒരു വേലിന്റെ പ്രതീകമാണ് എന്നും പറയാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ശരയോഗം എന്ന് പറഞ്ഞാൽ ശരം, അതായത് പ്രാണനെ ഈശ്വരന്റെ തലവുമായി യോഗം ചെയ്യിപ്പിക്കുക. നമ്മുടെ ജീവശക്തിയെ യഥാർത്ഥ പ്രാണശക്തി അല്ലെങ്കിൽ ദൈവീക ശക്തിയുമായിട്ട് ഒന്നു ചേർപ്പിക്കുന്ന വിദ്യയാണ് സംയോഗോ. യോഗ യുക്തിത്വോ ജീവാത്മാ പരമാത്മനോ എന്ന് യോഗശാസ്ത്രത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ജീവാത്മാവായ മനുഷ്യരെ പരമാത്മാവായ പരമേശ്വരനിലേക്ക് ഒന്നു ചേർക്കുന്ന ശാസ്ത്രമാണ് യോഗം ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ശരയോഗമാണ്. ഇവിടെ പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് ആ ദൈവീക തലവുമായി, ഈശ്വരീയ തലവുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അതുകൊണ്ട് ഇതിന് ശരയോഗം എന്നൊരു പേര് വന്നു. ഇനി ശരശാസ്ത്രം എന്നതിനൊരു പേരുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്യത അനേനീതി ശാസ്ത്ര എന്ന് നമ്മൾ പറയും. ശാസിക്കപ്പെടുന്നത്, അതായത് ശരിയായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട തെറ്റുപറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുക. അപ്പൊ ശരയോഗം സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരത സംസ്കാരത്തിലെ ഋഷി ഗുരു ആചാര്യന്മാരിലൂടെ
പകർന്നു കിട്ടിയ ഒരു ശാസ്ത്രമാണ്. ഇത് ശരിയായ ഗുരുപരമ്പരകളിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. തമിഴ് ശൈവ പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ 18 സിദ്ധന്മാർ. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമം ഈ തമിഴ് ശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗസ്ത്യ പാരമ്പര്യത്തിൽപ്പെട്ട വിദ്യകൾ ശരയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ തിരുമന്ത്രത്തിൽ ശരയോഗത്തെ പറ്റി പറയുന്നുണ്ട്. അഗസ്ത്യരുടെ എഴുത്തുകളിലെ ശരയോഗത്തെ പറ്റി പറയുന്നുണ്ട്. 18 സിദ്ധന്മാരും ശരയോഗികളായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ശരത്തെ പ്രാണനെ അറിഞ്ഞ് ആ പ്രാണൻ ഏറ്റവും അധികം കേന്ദ്രീകരിക്കപ്പെടുന്ന നമ്മുടെ ഉള്ളിലെ ഷഡാധാര ചക്രങ്ങൾ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, നാഹത, വിശുദ്ധി, ആജ്ഞ എന്നീ ഷഡാധാര ചക്രങ്ങളെ അറിഞ്ഞ് അവയിലൂടെ ഇടാപിംഗള സുഷുമ്ന നാഡികളാകുന്ന ആ 3 നാഡികൾ കണക്ട് ചെയ്യപ്പെട്ട് അതിലൂടെ പ്രാണനെ കടത്തി മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ഡലിനിയെ, സഹസ്രാരത്തിൽ ശിവനുമായി യോഗം ചെയ്യിപ്പിക്കുന്ന വിദ്യ, ഇതെല്ലാം കുണ്ഡലിനി യോഗ ശാസ്ത്രമാണ്. ശരയോഗ വിദ്യ യഥാർത്ഥത്തിൽ കുണ്ഡലിനി യോഗ ശാസ്ത്രമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വിദ്യയാണ് കുണ്ഡലിനി യോഗ വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രാണൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആസ്ട്രൽ ബോഡിയിലെ 6 ചക്രങ്ങൾ, പിന്നെ നമ്മളുടെ മനസ്സ്, നമ്മളുടെ പ്രാണനാണ് ഇതിന്റെ മെയിൻ ഇന്ധനം. പ്രാണനെ ഉപയോഗിച്ചിട്ടാണ്, പ്രാണനെ ശരിയായി നിയന്ത്രിച്ചാലാണ്, പ്രാണനെ അറിഞ്ഞാലാണ് മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ആ കുണ്ഡലിനി ശക്തിക്ക് ഉണർന്ന് ചക്രഭേദന ചെയ്ത് സഹസ്രാരത്തിലേക്ക് എത്താൻ സാധിക്കുക. ആ ഒരു അവസ്ഥയിൽ ഭൗതികവും ആത്മീയവുമായ പുരോഗതി, പൂർവ്വജന്മ ദുഷ്കർമ്മ നാശനം ഉണ്ടായി നമുക്ക് ആത്മബോധം, ആത്മസിദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ശരശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രാണന്റെ തെളിയിക്കപ്പെട്ട വിദ്യയാണ്. പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് ആത്മബോധം നേടുന്ന, ഭൗതിക അഭിവൃദ്ധി നേടുന്ന വിദ്യ ആയതുകൊണ്ട് ഇതിനെ ശരശാസ്ത്രം എന്നും പറയാറുണ്ട്. അപ്പൊ ശരയോഗം എന്ന് പേര് പറയും, ശരശാസ്ത്രം എന്ന് പേര് പറയും. ഇനി ശരനൂൽ എന്നതിന് പേരുണ്ട്. എന്താണ് ശരനൂൽ എന്ന് പറഞ്ഞാൽ? ശരത്തിന് പ്രാണൻ എന്ന അർത്ഥം പറഞ്ഞു. നൂൽ എന്നുള്ളതിന് ശരീരം എന്നൊരു അർത്ഥമുണ്ട്. നൂൽ എന്നുള്ളതിന് നാഡികൾ എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ പ്രാണനെ ഉപയോഗിച്ച് നമ്മുടെ ശരീരതലങ്ങളെ എനർജൈസ് ചെയ്യുന്ന വിദ്യ ശരയോഗമാണ്. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി, അതുപോലെ തന്നെ ആസ്ട്രൽ ബോഡി, കാഷ്വൽ ബോഡി, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അതേപോലെ ഈ നമ്മളുടെ പഞ്ചമാന ശരീരങ്ങൾ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഈ കോശങ്ങളെ ഉണർത്തി അതിന്റെ തലങ്ങളെ അറിഞ്ഞ് അതിൽ പ്രാണശക്തിയെ കടത്തിവിട്ടുകൊണ്ട് ആ ശരീരതലങ്ങളെ വികസിപ്പിക്കുന്ന വിദ്യ, കായകൽപ്പ വിദ്യ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒരു വിദ്യ ആയതുകൊണ്ട് ഇതിനെ ശരനൂൽ എന്ന് പറയും. അവിടെ നൂലിന് ശരീരം എന്നൊരർത്ഥമാണുള്ളത്. നമ്മൾ യഥാർത്ഥ ശരീരതലം, കാരണശരീരത്തെ കണ്ടെത്തുന്നതിനുള്ള വിദ്യ, ആത്മബോധം അങ്കുരിപ്പിക്കുന്ന വിദ്യ, ആത്മശരീരം കണ്ടെത്തുന്ന വിദ്യ ആയതുകൊണ്ട് ഇതിനെ നൂൽ എന്ന് പറയും. ഇനി നൂൽ എന്നുള്ളതിന് ശരീരം പോലെ തന്നെ നാഡികൾ എന്ന അർത്ഥമുണ്ട്. 72,000 നാഡികൾ നമ്മളിലുണ്ട്. അതിൽ ഇട, പിംഗല, സുഷുമ്ന, ഇടകല, വലകല, മധ്യകല അല്ലെങ്കിൽ ശൂന്യകല എന്ന് നമ്മൾ പറയും. ഇടത് മൂക്കിലൂടെയുള്ള ശ്വസനം, അത് ഇടാനാഡിയെ, ചന്ദ്രനാഡിയെ പ്രദാനം ചെയ്യുന്നതാണ്. സ്ത്രീനാഡിയെ പ്രദാനം ചെയ്യുന്നതാണ്. തണുപ്പാണ് അതിന്റെ പ്രകൃതം. വലത് നാഡി പിങ്കളാനാഡി അല്ലെങ്കിൽ സൂര്യനാഡി, പുരുഷനാഡി എന്ന് നമ്മൾ പറയും. ചൂടാണ് അതിന്റെ പ്രകൃതം. മധ്യമനാഡി സുഷുമ്നാസ്വരം എന്ന് പറയും, അല്ലെങ്കിൽ ശൂന്യനാഡി എന്ന് നമ്മൾ പറയും. നമ്മളുടെ ചക്രങ്ങളൊക്കെ പൂർണ്ണമായും എനർജൈസ് ചെയ്യണമെങ്കിൽ മധ്യമനാഡിയിലൂടെ, സരസ്വതി നാഡിയിലൂടെ ശരിയായ പ്രാണൻ പ്രവഹിക്കണം എന്ന് പറയും. അപ്പോൾ ഈ നാഡികളെ എനർജൈസ് ചെയ്തുകൊണ്ട്, ഇടാ, പിങ്കള, സുഷുമ്ന നാഡികളെ എനർജൈസ് ചെയ്തുകൊണ്ട് അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ചക്രങ്ങളെ ഉണർത്തി, ഉയർത്തി, പരിപക്വമാക്കി നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ, കുണ്ടലിനി ശക്തി ഉണർത്തുന്നത് കൊണ്ടും ഇതിന് ശരനൂൽ യോഗം എന്ന് പറയും. അപ്പൊ ശരയോഗം, ശരശാസ്ത്രം, ശരനൂൽ, ശരനൂൽ യോഗം എന്നെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു അർത്ഥത്തിലാണ്. പേരുകൾ വ്യത്യാസപ്പെടുന്നതേ ഉള്ളൂ. ഇപ്പൊ ചിലർ ചോദിച്ചു, ജ്ഞാനശരയോഗം എന്നുണ്ടോ, ശക്തി ശരയോഗം എന്നുണ്ടോ? ശരയോഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആത്മജ്ഞാനത്തിനാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് ജ്ഞാനശരയോഗമായി മാറും. ഇനി ശക്തി ശരയോഗം അല്ലെങ്കിൽ സിദ്ധി ശരയോഗം എന്ന് പറയുന്ന ഒന്നുണ്ട്. ശരയോഗം ചെയ്ത് അതിലൂടെ ഉണ്ടാകുന്ന ഊർജത്തെ നിങ്ങൾ ശക്തിക്കായിട്ടാണ് അല്ലെങ്കിൽ പ്രത്യേക സിദ്ധികൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പൊ അണിമ, ഗരിമ, ലഹിമ, ഈശിത്വം, വശിത്വം, പ്രകാമ്യ എന്നൊക്കെ പറയുന്ന അഷ്ടസിദ്ധികളും 108 സിദ്ധികളെയൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ 18 സിദ്ധന്മാർക്ക് പലർക്കും ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള സിദ്ധികൾ ഇതാണ്. ഇത് സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന ലൗകിക ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കും അപ്പുറമായ ചില കാര്യങ്ങളാണ് അലൗകിക സിദ്ധികൾ. ഇപ്പൊ ശരീരത്തെ ആകാശഗമനം ചെയ്യിക്കാനുള്ള കഴിവ്, ശരീരത്തെ അപ്രത്യക്ഷമാക്കാനുള്ള കഴിവ്, ശരീരത്തെ ഒരു കടുകുമണിയോളം ചെറുതാക്കാനുള്ള കഴിവ്. അല്ലെ, നമ്മൾ അഗസ്ത്യനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഗുരുവാണ് അഗസ്ത്യൻ. അദ്ദേഹം തള്ളവിരലിന്റെ, പെരുവിരലിന്റെ അത്രയും ചെറിയ ആളാണ് അഗസ്ത്യൻ എന്ന് പറയും. കാരണം
ഈ പറയുന്ന അണിമ പോലെയുള്ള സിദ്ധികളുള്ള ആളാണ്. ഗരിമ പോലെയുള്ള സിദ്ധികളുണ്ട്. ഇപ്പൊ ഹനുമാനെയൊക്കെ പോലെ ഉള്ളവര് ശരീരത്തെ വളരെയധികം വലുതാക്കി കാണിച്ചിട്ടുണ്ട് ലങ്കാദഹന സമയത്ത്, അല്ലെ? അങ്ങനെ പല സിദ്ധികൾ, അണിമ, ഗരിമ, ലഹിമ, ഈശുദ്ധം, വശുദ്ധം, മൃഗാമ്യ, അങ്ങനെ വിവിധ സിദ്ധികളെ പറ്റി പറയാറുണ്ട്. അതല്ലാത്ത പ്രത്യേക സിദ്ധികളും ഒക്കെ ഉണ്ട്. ഇതുള്ളവരിന്നും ഈ ആധുനിക കാലഘട്ടത്തിലും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ സിദ്ധികൾ നേടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരയോഗം പഠിക്കുന്ന സമയത്ത് ധാരാളം പേര് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്താൽ ഇത്തരത്തിൽ സിദ്ധികൾ ഉണ്ടാകുമോ, അണിമയുണ്ടാകുമോ, ഗരിമയുണ്ടാകുമോ, ലഘിമയുണ്ടാകുമോ, വശിത്വം ഉണ്ടാകുമോ, ഈശുത്വം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. പക്ഷെ ഇന്ന് തുടങ്ങി നാളെ ഇത് ഉണ്ടാകും എന്ന് വിചാരിക്കരുത്. സിദ്ധന്മാരൊക്കെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് സിദ്ധന്മാരായവരല്ല. അവർ എത്രയോ വർഷങ്ങൾ ജീവിതം സമർപ്പിച്ചിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സിദ്ധികൾ ഉണ്ടായത്. എന്നാൽ അവരാരും ഇത്തരത്തിൽ ശരീരത്തെ പ്രത്യേക എന്തെങ്കിലും സിദ്ധികൾ കാണിച്ച് മറ്റുള്ളവരുടെ കയ്യടി നേടാൻ വേണ്ടിയല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ ചോദിച്ച പോലെ, സാർ ഈ ശരയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് റീഡ് ചെയ്യാൻ പറ്റുമോ, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സിനിമയിൽ ഏഴാം അറിവോ അങ്ങനെ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ വിദ്യ പഠിച്ച ആൾക്കാർ മറ്റുള്ളവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മനസ്സിനെ റീഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ട്. ഭാരതത്തിന്റെ സമ്മോഹന വിദ്യ എന്ന ഭാരതീയ മനഃശാസ്ത്രത്തിൽ ഇതിനെയൊക്കെ പറ്റി വളരെ ഡീപ്പായി പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരുപക്ഷെ 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ കിട്ടുന്നതല്ല. അതൊക്കെ ഓരോ മനുഷ്യന്റെയും പൂർവ്വജന്മ കർമ്മങ്ങൾ, ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ ഷഡ്ചക്ര സംവിധാനങ്ങളുടെ സംശുദ്ധത, കുണ്ഡലിനി ശക്തിയുടെ ഉണർവ്, ഇതൊക്കെ കൊണ്ട് വരുന്നതാണ്. നമ്മൾ ഈ പറയുന്ന സിദ്ധന്മാർ സിദ്ധികൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തവരല്ല. ഒരു മുല്ലപ്പൂവിന് സുഗന്ധം സ്വാഭാവികമാണ് എന്നുള്ളതിന് പോലെ ഒരു പനിനീർ പൂവിന് സുഗന്ധം സ്വാഭാവികമാണ്, പ്രകൃതിയാൽ ഉള്ളതാണ് എന്നുള്ളത് പോലെ, അല്ലേ? ഇത് നമ്മൾ ആത്മസാധന ചെയ്ത ഒരു പ്രത്യേക തലത്തിൽ എത്തുമ്പോൾ നമുക്ക് സിദ്ധികൾ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ സിദ്ധികൾക്ക് വേണ്ടി സാധന ചെയ്തിട്ട് കാര്യമില്ല. 10-12 വർഷം മിനിമം സാധന ചെയ്താലാണ് ഒരു ചെറിയ സിദ്ധിയെങ്കിലും കിട്ടുക. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരാളെത്തി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ജലസ്തംഭന സിദ്ധിയുണ്ട്. അപ്പം രാമകൃഷ്ണ പരമഹംസൻ ചോദിച്ചു, അതെന്ത് സിദ്ധിയാണ്? എനിക്ക് ജലത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. നമ്മളൊക്കെ ജലത്തിന് മുകളിലൂടെ സഞ്ചരിച്ചാൽ താഴ്ന്നു പോകും. ഇദ്ദേഹം താഴ്ന്നു പോകില്ല. നമ്മൾ പത്മപാദർക്കുണ്ടായിരുന്ന, ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന പത്മപാദർക്കുണ്ടായിരുന്ന സിദ്ധി ജലസ്തംഭന സിദ്ധി, ജലത്തിനെ സ്തംഭിപ്പിക്കാനുള്ള കഴിവ്. പത്രത്തിൽ നമ്മളുടെ പാരമ്പര്യത്തിൽ പല ഗുരുക്കന്മാർക്കും ജലസ്തംഭന സിദ്ധിയുണ്ട്. അതേപോലെ ജലത്തിന്റെ അടിയിൽ കഴിയുന്ന, ഇപ്പോ ത്രൈലംഗ സ്വാമികളെ പോലെയുള്ള മഹാസിദ്ധന്മാർ ഗംഗാ നദിയുടെ താഴെയൊക്കെ ജലത്തിൽ ഇടുന്ന് തപസ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ത്രൈലംഗ സ്വാമിയുടെയൊക്കെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഒരു യോഗിയുടെ ആത്മകഥ പോലെയുള്ള പുസ്തകങ്ങളിലൊക്കെ അതിനെപ്പറ്റി പരാമർശമുണ്ട്. കേരളീയനായ പ്രഭാകര സിദ്ധയോഗികൾ എന്ന മഹായോഗി, ഒരിക്കൽ അദ്ദേഹം ഈ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിൽ എന്തോ ആണെന്ന് തോന്നുന്നു, 1900 ആ ഒരു 25, 32, 35 ഏതോ കാലഘട്ടം, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം വർഷം. മുക്കുവന്മാർ കടലിൽ വലയിടുന്ന സമയത്ത് ഒരു മനുഷ്യനെ, പത്മാസനസ്ഥനായ ഒരു മനുഷ്യനെ വലയിൽ കിട്ടുന്നു. അപ്പൊ അന്ന് രാജഭരണമായതുകൊണ്ട് എന്ത് വിശേഷപ്പെട്ട വസ്തു കിട്ടിയാലും രാജാവിന്റെ അവിടെ കാണിക്കയായിട്ട് കൊടുക്കും. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ പാടില്ല. ഇവർ ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത്, ചിത്തിര തിരുനാളാണെന്ന് തോന്നുന്നു, തിരുവിതാംകൂറിലെ ഏതോ ഒരു രാജാവാണ്, ഒരുപക്ഷെ ഇയറിൽ രാജാവിന്റെ പേരിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊരു നടന്ന സംഭവമാണ്. അന്നത്തെ കാലത്തെ പത്രങ്ങളിലൊക്കെ ഇത് വന്നിരുന്നു, പായൽ മനുഷ്യൻ എന്നും പറഞ്ഞ്. അത് നമ്മൾ ഈ പറയുന്ന പ്രഭാകര സിദ്ധയോഗികൾ എന്ന ഒരു മഹാസിദ്ധനാണ്. അദ്ദേഹം കടലിന്റെ അടിയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവർ മീനിനു വേണ്ടി വലയിട്ട് അദ്ദേഹത്തെ കിട്ടിയെന്ന് പറയുന്നു. ത്രൈലംഗ സ്വാമികളൊക്കെ ഇടയ്ക്ക് ഗംഗാനദിയുടെ മുകളിൽ പൊങ്ങിക്കിടക്കും. വളരെ വലിയ ശരീരമാണ് സ്വാമികളുടേത്. ഇടയ്ക്ക് അദ്ദേഹം ഗംഗയുടെ ആഴങ്ങളിലേക്ക് പോയി ഇരുന്ന് തപസ് ചെയ്യും. നമ്മൾ ഇന്നത്തെ ആധുനികകാലിന്റെ മനുഷ്യന്റെ ചിന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കെട്ടുകഥകളോ അല്ലെങ്കിൽ സാങ്കല്പിക കഥകളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള മഹാസിദ്ധന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്ന് നമ്മൾ ഹിമാലയത്തിൽ അല്ലെങ്കിൽ നമ്മൾ അരുണാചലത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നല്ലൊരു ആത്മാന്വേഷകനാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു ഉപാസകനാണെങ്കിൽ, നല്ലൊരു സാധകനാണെങ്കിൽ ഇത്തരത്തിലുള്ള അവധൂതന്മാരെ, ഇത്തരത്തിലുള്ള മഹായോഗികളെ, സിദ്ധയോഗികളെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. തികച്ചും ലൗകികനായ ഒരാളുടെ മുന്നിൽ ഇതൊന്നും വരില്ല. സമാനമായ തരംഗങ്ങളാണ് ആകർഷിക്കപ്പെടുക. സമാനമായത് തമ്മിലേ ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ സ്പന്ദനമാണെങ്കിൽ, നിങ്ങൾ നല്ല ഉപാസകനാണെങ്കിൽ, കുണ്ഡലിനി ഉണർവ് വന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിദ്ധന്മാർ നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് ഭാരതത്തിൽ വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്, നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല. നമ്മൾ ആത്മീയ സാധനകൾ ചെയ്ത് നമുക്ക് കർമ്മശുദ്ധി വന്ന് പൂർവ്വജന്മ കർമ്മങ്ങളുടേതായിരിക്കുന്ന ആ ഒരു ഭാണ്ഡം, ആ ഒരു ഭാരമൊക്കെ ഉപാസനയിലൂടെ, ആ ഒരു മാലിന്യമൊക്കെ ഉപാസനയിലൂടെ കഴുകിപ്പോയി കുറേയേറെ ആത്മശുദ്ധി, മനഃശുദ്ധി,
ഒക്കെ നാഡീശുദ്ധി ഒക്കെ വന്നു കഴിയുമ്പോൾ ഗുരു നമ്മളെ തേടിയെത്തും എന്നാണ് പറയുക. പ്രപഞ്ചം എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ വളരെ വലിയൊരു ധർമ്മ വ്യവസ്ഥയിലാണ്. അതിനെ സനാതനധർമ്മം എന്ന് പറയും. ശാശ്വതവും അനശ്വരവും സാർവത്രികവും സാർവലൗകികവും സാർവകാലീനവും സാർവജനീനവുമായ ഈശ്വരീയമായ ഒരു വ്യവസ്ഥ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി ഒരു ഗുരുവിൽ നിന്ന്, ഒരു പരമ്പരയിൽ നിന്ന് യഥാവിധി മന്ത്രം സ്വീകരിച്ച്, അല്ലെങ്കിൽ പ്രാണവിദ്യ, പ്രാണോപാസനകളാവാം, ധ്യാന പരിശീലനങ്ങളാവാം, മന്ത്രജപ പരിശീലനങ്ങളാകാം, ക്രിയായോഗം പോലെയുള്ള വിദ്യകളാകാം, ശരയോഗം പോലെയുള്ള വിദ്യകളാകാം, കുണ്ഡലിനി ശാസ്ത്രമാകാം, വേദാന്ത ശാസ്ത്രങ്ങളാവാം, തന്ത്രശാസ്ത്രമാകാം, ഏതും ഒരു ഗുരുവിൽ നിന്ന്, ഒരു പരമ്പരയിൽ നിന്ന് കൃത്യമായി പഠിച്ച്, ശരിയായ ഒരു പരമ്പരയിൽ നിന്ന് പഠിച്ച് നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ നമുക്ക് ആത്മീയ പുരോഗതി, പൂർവ്വജന്മ കർമ്മ ശുദ്ധി വരുന്നതിനനുസരിച്ച്, നമ്മുടെ ഉള്ളിൽ ഷഡാധാര ചക്രങ്ങൾ എനർജൈസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഗുരു നമ്മുടെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ ആത്മീയമായ അറിവുകൾ നമ്മളെ തേടിയെത്തും. അപ്പൊ നമ്മൾ പറഞ്ഞത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഈ 2026 ഇത്തരത്തിലുള്ള മഹാസിദ്ധന്മാര് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തില്, നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള മഹാസിദ്ധന്മാർ, യോഗികളുണ്ട്. പക്ഷെ അവരെ കാണണമെന്ന് കേവലം ഒരു ജിജ്ഞാസ കൊണ്ട് പോയിട്ട് കാര്യമില്ല. നല്ല ആത്മീയ സാധനങ്ങൾ ചെയ്ത് മനഃശുദ്ധി ഒക്കെ വന്ന് ഒരു നിറവ് ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മത മാത്സര്യാദി അസൂയ ദേഷ്യം കുന്നായ്മ കുശുമ്പൊക്കെ മാറി നമ്മളിൽ നിന്ന് ഡിവൈൻ വൈബ്രേഷൻസ്, അല്ലെ, ഒരു മുല്ലപ്പൂവിൽ നിന്ന് നല്ല ഗന്ധം വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മീയതയുടെ നറുമണം അന്തരീക്ഷത്തിലേക്ക് പരക്കുമ്പോഴാണ് ഇത്തരത്തിൽ എന്തു വരിക, ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആത്മീയ പുരുഷന്മാർ, അവധൂതന്മാർ, അവതാരങ്ങൾ ഒക്കെ എത്തുന്നത്. പിന്നെ ചിലരെയൊക്കെ അവതാരങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരൊക്കെ ഈ ജന്മം ഗൈഡ് ചെയ്യും. നമ്മൾ പല ഇന്നത്തെ ആത്മീയ ആചാര്യന്മാരുടെയൊക്കെ ജീവചരിത്രം, അവരുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഗുരു അവരെ ഗൈഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ വളരെയധികം ആദരണീയനായിരിക്കുന്ന, ആത്മീയ മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകുന്ന, ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീയം എന്ന പേരായ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു നേരിട്ട് വന്ന് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് ആത്മീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പലരെയും, ഇപ്പോ നമ്മുടെ അമ്മ മാതാ അമൃതാനന്ദമയി ദേവി, അമ്മയെ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയെ ഗൈഡ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പായൽ മനുഷ്യൻ എന്ന പേരായ പ്രഭാകര സിദ്ധയോഗികൾ എന്ന ഗുരുവാണെന്ന് പറയുന്നു. അങ്ങനെ പലരും അത്തരത്തിലുള്ള ആത്മീയ പുരുഷന്മാരുടെ സംസർഗം, സത്സംഗം, അനുഗ്രഹം കൊണ്ടിട്ടാണ് ഇന്ന് കാണുന്ന പല അവസ്ഥകളിലേക്കും അവർ എത്തിച്ചേർന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഒന്നല്ലെങ്കിൽ അവരുടെ പൂർവ്വജന്മം അവർക്ക് അത്രയും അധികം ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആത്മീയതയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൂർവ്വജന്മം ഉള്ളത് കൊണ്ടിട്ടാണ്. ഗുരുക്കന്മാരാൽ അത്തരത്തിൽ ഗൈഡ് ചെയ്യപ്പെടുന്ന ധാരാളം പേരുണ്ട്, നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ളത്. അപ്പൊ ശരയോഗം സിദ്ധശാസ്ത്രം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ശരയോഗത്തിന്റെ വ്യത്യസ്ത പേരുകളാണ് പറഞ്ഞത്. ശരയോഗം, ശരശാസ്ത്രം, ശരനൂൽ, ശരനൂൽ യോഗം, പിന്നെ ജ്ഞാന ശരനൂൽ. അതായത് ശരയോഗം ചെയ്ത് നിങ്ങൾ ആത്മജ്ഞാനത്തിനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആത്മജ്ഞാനം കിട്ടും, അതാണ് ജ്ഞാന ശരനൂൽ. ഇനി നിങ്ങൾ ശരയോഗം ചെയ്ത് ശക്തിക്ക്, സിദ്ധിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലൗകിക സിദ്ധികളും അലൗകിക സിദ്ധികളും നിങ്ങൾക്ക് കിട്ടും. ലൗകിക സിദ്ധികൾ എന്താണ്? ധനധാന്യ സമ്പദ് സമൃദ്ധി, ആയുരാരോഗ്യ ഐശ്വര്യം. ഇതാണ് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിരിക്കുന്ന, ലൗകികരായിരിക്കുന്ന, ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്നവർ ആഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാന സിദ്ധി ഇതാണ്. ശരീരത്തിന് രോഗമില്ലാതെ, മനസ്സിന് ടെൻഷൻ ഇല്ലാതെ, ബുദ്ധി നന്നായിട്ട് പ്രവർത്തിപ്പിച്ച് എപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ തന്നെ, ഒരു മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ഈശ്വരീയമായ ആനന്ദം ഉള്ളിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന കഴിവ്, അതാണ് ലൗകിക സിദ്ധികൾ എന്ന് പറയും. അതുപോലെ അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, രോഗമില്ലാതെ ശാന്തസുന്ദരമായി ഈ ജീവിതത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് ഏറ്റവും വലിയൊരു സിദ്ധിയാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ശരനൂൽ പരിശീലിക്കുന്നത് ഈ സിദ്ധിക്ക് വേണ്ടിയാണ്. ഈ സിദ്ധി നമുക്ക് പെട്ടെന്ന് കിട്ടും. ശരനൂൽ പരിശീലിക്കുന്ന വേളയിൽ തന്നെ നമ്മളിലേക്ക് വരുന്നൊരു സിദ്ധിയാണ്. ഇനി അലൗകിക സിദ്ധികളുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ രാമകൃഷ്ണ പരമഹംസരുടെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്, അല്ലേ? അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്തരത്തിൽ സിദ്ധി കാണിച്ച ഒരാളുണ്ട്. അദ്ദേഹം 12 വർഷം ജലസ്തംഭന സിദ്ധിക്ക് വേണ്ടി 12 വർഷം അദ്ദേഹം കഠിന ദിവസം അനുഷ്ഠിച്ചു എന്നാണ്. ദിവസം 8ഉം 10ഉം 12 മണിക്കൂറും. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ ചോദിക്കുന്നുണ്ട്, അന്നത്തെ അരയണ, നമുക്ക് ഇന്നത്തെ ഒരു 5 രൂപ എന്ന് കണക്കാക്കാം, അരയണ കൊടുത്തെങ്കിൽ, ഒരു വള്ളക്കാരന് കൊടുത്തെങ്കിൽ സുഖമായിട്ട് നിനക്ക് ഈ നദി മുറിച്ചു കടക്കാൻ സാധിക്കുമായിരുന്നല്ലോ. എന്തിനാണ് നീ ഇത്രയും വിലപ്പെട്ട 12 വർഷങ്ങൾ നീ കേവലമായൊരു സിദ്ധിക്ക് വേണ്ടി നീ കളഞ്ഞത്? അത്രയും സമയം നീ ആത്മസാധന ചെയ്തെങ്കിൽ ഈശ്വര ദർശനം ഉണ്ടാകില്ലായിരുന്നു. ഈശ്വര ദർശനം ഉണ്ടായാൽ, കുണ്ഡലിനി ശക്തി പരിപക്വമായാൽ, ഈ പറഞ്ഞ പോലെ മുല്ലപ്പൂവിന് സുഗന്ധം സ്വാഭാവികമാണെന്നുള്ളത് പോലെ സിദ്ധികൾ നമ്മളിലേക്ക് വരും. പക്ഷെ ആ ഘട്ടത്തിൽ നമ്മൾ സിദ്ധികളിൽ ഭ്രമിക്കില്ല. ഇന്ന് പലരും സിദ്ധികൾ ആഗ്രഹിക്കുന്നത് പബ്ലിക് ആയിട്ട് നമ്മൾ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സിദ്ധികൾ വരുമ്പോൾ അതിൻ്റെ കൂടെ അഹങ്കാരങ്ങളും ഉണ്ടാവും.
ഒരു ഗുരു പരമ്പര ഇല്ലെങ്കിൽ സിദ്ധിയിൽ ഭ്രമിച്ച് നമ്മളുടെ ജീവിതം പോകും. ഇതൊരു മജീഷ്യന് സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ, മാജിക് പല കാര്യങ്ങളുണ്ട്. അതല്ല സിദ്ധി എന്ന് പറഞ്ഞാൽ. സിദ്ധി എന്ന് പറഞ്ഞാൽ റിയലാണ്. നിങ്ങളൊരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഹസ്രത്ത് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു യോഗിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരു ഫക്കീറിന്റെ കയ്യിൽ ഹസ്രത്ത് എന്ന പേരായ ഒരു ഡയറ്റി, ഒരു ഉപദേവത അല്ലെങ്കിൽ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്ന എന്ത് സാധനവും ഈ മുസ്ലിം ഫക്കീർ അദ്ദേഹം ടച്ച് ചെയ്യുന്ന അത് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം കൊണ്ട് കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗുരു എന്നത് കൊടുക്കുന്നതാണ്. അത് പിന്നീട് തിരിച്ചെടുക്കുന്നുമുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും തൊട്ടിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇതെത്തിക്കും. നമ്മൾ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു വിളക്ക് ഉരയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു ഭൂതം വരും, ഭൂതത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. വിക്രമാദിത്യനും വേതാളത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചില ഇത്തരത്തിൽ തന്ത്രശാസ്ത്രത്തിൽ പല ദേവതകളെ, ഉപദേവതകളെ പറ്റി പറയാറുണ്ട്. പരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യക്ഷിണിമാർ, ഗന്ധർവന്മാർ, കിന്നരികൾ, കിന്നരന്മാർ, അപ്സരകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റി. പക്ഷെ അതൊക്കെ വേറെ ഒരു തലമാണ്. നമ്മളുടെ ഈ സാധാരണ ജീവിതം കൊണ്ടൊന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യൽ സാധ്യമല്ല. നമ്മുടെ ഒരു മണിക്കൂറത്തെ സാധനം കൊണ്ടും ഇവരെയൊന്നും കണക്ട് ചെയ്യൽ സാധ്യമല്ല. അതിന് മണിക്കൂറുകൾ നീളുന്ന, വർഷങ്ങൾ ചെയ്യേണ്ട സാധനാക്രമങ്ങളുണ്ട്. പലരും ഇതിന് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. യക്ഷിണി സാധന, അപ്സര സാധന, ഗന്ധർവ സാധന, പൂതിനി സാധന, വീർവേതാള സാധന, ഇതൊക്കെ പഠിപ്പിക്കും. 25,000, 30,000, 50,000 രൂപയ്ക്ക് വാങ്ങിച്ച് പല സ്ഥലങ്ങളിലും ഇതൊക്കെ കച്ചവടവൽക്കരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. അതുപോലെ തന്നെയാണ് കുണ്ഡലിനി ശക്തി ഉണർവ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട. ഈയിടെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞതാണ്, ഇന്ന ദിവസം ഒരു ക്ലാസ് ഉണ്ട്, 3 മണിക്കൂർ ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന ആചാര്യൻ അല്ലെങ്കിൽ ആ ഗുരു നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങളുടെ മൂലാധാരത്തിലെ ശക്തി ഷഡ്ചക്രങ്ങൾ ഭേദിച്ച് സഹസ്രാര ഭേദിച്ച് പുറത്തേക്ക് പോകും. നമ്മൾ ഈ റോക്കറ്റ് വാണം വിടുന്ന പോലെ മുകളിലേക്ക് പോയി പൊട്ടും എന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ധാരാളം പേര് അവരുടെ ശുദ്ധ മനസ്സുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ കുണ്ഡലിനി ശക്തിയെ, നമ്മുടെ ചക്രങ്ങളെ ഉണർത്തണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 മണിക്കൂറത്തെ ഒരു മെഡിറ്റേഷൻ കൊണ്ടോ അതൊന്നും സാധ്യമല്ല. കാരണം അനേക ജന്മങ്ങളിലെ കർമ്മങ്ങളുമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. കർമ്മശുദ്ധി ഉണ്ടാകാതെ പൂർവ്വജന്മ കർമ്മ ദോഷങ്ങളുടെ, പാപങ്ങളുടെ, അജ്ഞാനത്തിന്റെ കറയെ, അഴുക്കിനെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിലെ നാഡികളിൽ, ചക്രങ്ങളിൽ നിന്ന് ഉരച്ചു മാറ്റാതെ, തുടച്ചു മാറ്റാതെ, കഴുകിക്കളയാതെ ഒരാൾക്കും ആത്മജ്ഞാനമോ കുണ്ഡലിനി ജാഗരണമോ ഉണ്ടാവില്ല. നിങ്ങൾ ശരിയായൊരു ഗുരുപരമ്പരയിൽ ആണ് പോകുന്നതെങ്കിൽ ആ ഗുരു നിങ്ങൾക്കൊരു മന്ത്രം അല്ലെങ്കിൽ ഒരു വിദ്യ തരും. എന്നിട്ട് ഇത്ര വർഷം നിങ്ങളോട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറയും. അദ്ദേഹം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ വളരെയധികം മല കയറി തളർന്ന ഒരാൾക്ക് നമ്മളൊരു ഗ്ലൂക്കോസ് കൊടുക്കുന്ന പോലെ, വെള്ളം കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ ഒരാൾ കൈപിടിച്ച് കൈത്താങ്ങായി തോളിൽ താങ്ങി മുകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ആ സമയത്താണ് ഗുരു വന്ന് നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മളാൽ അനേക ജന്മങ്ങളിൽ ഉണ്ടാക്കിയ കർമ്മദോഷങ്ങളുടെ, പാപങ്ങളുടെ, അജ്ഞാനത്തിന്റെ പൂർവ്വജന്മ കർമ്മങ്ങളെ ഇരിക്കേണ്ട കടമ നമ്മളിൽ നിക്ഷിപ്തമാണ്. അത് മറ്റൊരാൾക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാം എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് നിങ്ങളുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. നമ്മൾ ശരിയായ ഗുരുപരമ്പരകളിൽ പോയാൽ അവർ നമുക്ക് മന്ത്രോപദേശം നൽകി, കുഞ്ഞെ നീ ഇത്രനാൾ ഇത് ചെയ്യൂ, അപ്പൊ നിനക്ക് പൂർവ്വജന്മ കർമ്മശുദ്ധി ഉണ്ടാകും, നിന്റെ ഇടാപിംഗള സുഷുമ്ന നാഡികൾ, നാഡീ സംവിധാനങ്ങൾ ശുദ്ധമാകും, മനസ്സ് തെളിയും, ബോധം ഉണരും, കുണ്ഡലിനി ശക്തി ജാഗ്രതാകാൻ തുടങ്ങും. ആ ഒരു ഘട്ടത്തിലാണ് ഗുരു കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്നത്. അതല്ലാതെ 1 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂറുള്ള ഒരു ദിവസത്തെ ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ കുണ്ഡലിനി ശക്തി ഉണരുമെന്നോ ലൗകിക സിദ്ധികളും അലൗകിക സിദ്ധികളും കിട്ടുമെന്നോ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. അങ്ങനെ യഥാർത്ഥ ഗുരുപരമ്പര ഒരിക്കലും പറയില്ല. അവർ ശരിയായ വിദ്യകൾ തന്ന് നിങ്ങളോട് ചെയ്ത് ഉയർന്നു വരാനാണ് പറയുക. അപ്പോൾ പലരും ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സമയവും ഊർജവും ധനവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നഷ്ടപ്പെടാതിരിക്കുക. ഏത് കാര്യം പഠിക്കാൻ മുമ്പും അത് ഒരു ശരിയായ പരമ്പരയാണോ, എവിടെ നിന്നാണ് അതിൻ്റെ ലീനേജ് ഏതാണ്, ട്രഡീഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കി ശരിയായൊരു പരമ്പരയിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്സര, ഗന്ധർവ സാധനകൾ അല്ലെങ്കിൽ സിദ്ധി സാധനകൾ അല്ലെങ്കിൽ അങ്ങനെ ചില പ്രത്യേക സാധനങ്ങളൊക്കെ ഇന്ന് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിസാരമായിട്ട് കിട്ടുന്നതല്ല. യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും ശരയോഗവും ഒക്കെ കഷ്ടപ്പെട്ട് വർഷങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ നിങ്ങളുടെ ലൗകിക സിദ്ധി, അതായത് നമ്മൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഒരുപക്ഷെ നാളുകൾ നീണ്ട പ്രാക്ടീസ് വേണം. പക്ഷെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാകും. ഈശ്വരന്റെ, ഗുരുക്കന്മാരുടെ, പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ശാരീരികം, മാനസികം, ബുദ്ധിപരം, ആത്മീയം, സാമ്പത്തികം, കുടുംബജീവിതം, തൊഴിൽ, ഇതിലൊക്കെ ഉണ്ടാകുന്ന പൂർവ്വജന്മകർമ്മങ്ങൾ കൊണ്ടും ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ടും സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇപ്പോഴുള്ള അനുഷ്ഠാനം കൊണ്ട് വേഗത്തിൽ സാധിക്കും. ഇപ്പൊ നമ്മുടെ ശരയോഗ പരിശീലനങ്ങൾ ചെയ്ത ഇപ്പൊ നമ്മുടെ ധാരാളം ഉപാസകരുടെ അനുഭവങ്ങൾ, ചില അനുഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ഓഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരയോഗം ശരിയായി പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് നല്ല അനുഭവങ്ങളും മാറ്റങ്ങളുണ്ട്. അത് അത്ഭുതകരമായ കാര്യമല്ല. പഞ്ചസാര കഴിച്ചാൽ പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. സിദ്ധ യോഗത്തിലൂടെ വന്ന വിദ്യ, ശരയോഗ വിദ്യ കൃത്യമായി നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക തലത്തിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ ആരോടും ഈ പരമ്പര, ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയാവട്ടെ, തമിഴ് ശൈവ അഗസ്ത്യ പരമ്പരയാകട്ടെ, ഇത്തരത്തിൽ അനാവശ്യമായ കാര്യങ്ങളൊന്നും സ്റ്റുഡൻസിനോട് പറയാറില്ല. പല എൻക്വയറി വരുമ്പോഴും നമ്മൾ പറയും, ഈ സിദ്ധികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന അരമണിക്കൂറുള്ള സാധനം കൊണ്ട് കിട്ടുന്നതല്ല, വർഷങ്ങളോളം ഉള്ള പ്രയത്നം കൊണ്ടിട്ട് ഈ സിദ്ധികൾ നമ്മളിലേക്ക് വരും. ഇപ്പോഴുള്ള ഏറ്റവും വലിയ സിദ്ധി എന്ന് വെച്ചാൽ നിലവിലെ ജീവിതം ശാന്തസുന്ദരമാക്കുക, നല്ല ഊർജ്ജസ്വലമായൊരു ശരീരം, ശാന്തമായൊരു മനസ്സ്, സൂക്ഷ്മതയുള്ളൊരു ബുദ്ധി. അതുപോലെ നമുക്ക് എപ്പോഴും ഈശ്വരീയ ചൈതന്യം, ഞാൻ കടവുൾ ആണെന്ന് തിരിച്ചറിവ്, ഈശ്വര ആനന്ദം അനുഭവിക്കാൻ പറ്റുക, ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ, അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിലുള്ള റിസൾട്ട് ശരയോഗം കൊണ്ട് നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ഇത് സിദ്ധ ശരയോഗമാണെന്ന് നമ്മൾ പറഞ്ഞു. സിദ്ധന്മാരിലൂടെ വന്ന വിദ്യ ആയതുകൊണ്ട് ഇതിനെ സിദ്ധ ശരയോഗം എന്ന് പറയുന്നു. മഹാസിദ്ധനായ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത്, പാർവതി നന്ദിദേവൻ ഉപദേശിച്ചു കൊടുത്ത്, നന്ദിദേവൻ കാലാംഗിനാഥൻ ഉപദേശിച്ചു കൊടുത്ത്, പിന്നീട് നമ്മൾ പറയുന്ന സുബ്രഹ്മണ്യൻ, അഗസ്ത്യൻ തുടങ്ങിയിരിക്കുന്ന സിദ്ധ പാരമ്പര്യത്തിലൂടെ വന്നതുകൊണ്ട്, ഗുരുപരമ്പര സിദ്ധ പാരമ്പര്യത്തിൽ വന്നതുകൊണ്ട് ഇത് സിദ്ധ ശരയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ സിദ്ധൻ പരമേശ്വരനാണ്, മഹാസിദ്ധൻ എന്ന് പറയും. അതുകൊണ്ട് ഇതിനെ സിദ്ധ ശരയോഗം എന്ന് പറയുന്നുണ്ട്. പിന്നെ സിദ്ധന്മാർ അനുഷ്ഠിച്ചതായതുകൊണ്ട് 18 സിദ്ധന്മാർ, അഗസ്ത്യനെ പോലെയുള്ളവര്, പിന്നെ നമ്മൾ സപ്തഋഷികളും ഒക്കെ ഈ ശരയോഗം അഭ്യസിച്ചിരുന്നവരാണ്. ശരം എന്ന് പറഞ്ഞാൽ പ്രാണൻ, ശരയോഗം എന്ന് പറഞ്ഞാൽ പ്രാണനെ ഷഡാധാര ചക്രങ്ങളിൽ പ്രവേശിപ്പിച്ച് കുണ്ഡലിനി ശക്തി ഉണർത്തുക. ഈ വിദ്യയാണ് യഥാർത്ഥത്തിൽ ശരയോഗം. ഇത് തന്നെയാണ് കുണ്ഡലിനി യോഗം, ഇതാണ് സ്വരയോഗം, ഇതാണ് ശിവയോഗം, ഇതാണ് ശിവരാജയോഗം എന്ന് പറയുന്ന വിദ്യ. അത് തമിഴ് പാരമ്പര്യത്തിൽ വന്നതുകൊണ്ട് ശരയോഗം എന്ന പേരിൽ അത് അറിയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ മഹാസിദ്ധനായ പരമേശ്വരനിൽ നിന്ന് ഋഷി, ഗുരു, ആചാര്യ സിദ്ധ പരമ്പരകളിലൂടെ വന്നതുകൊണ്ട് ഇതിനെ സിദ്ധവിദ്യ എന്ന് വിളിച്ചു. തമിഴ് സിദ്ധന്മാർ അനുഷ്ഠിച്ചിരുന്ന വിദ്യ ആയതുകൊണ്ട് ഇതിനെ സിദ്ധശരയോഗം എന്ന് വിളിക്കുന്നു. ഉപാസിക്കുന്നയാൾക്ക് എല്ലാ സിദ്ധികളും, ലൗകിക സിദ്ധി എന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ ശാന്തിയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ലൗകിക സിദ്ധികൾ നൽകുന്നത് കൊണ്ട് അലൗകികം, ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെ തേർഡ് ഐ ഓപ്പൺ ആക്കാൻ സാധിച്ചാൽ, കുണ്ഡലിനി ശക്തി ഉണർന്നാൽ ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ പല മഹാസിദ്ധികൾ, ഈ ലോകത്തിനപ്പുറമായ അതീന്ദ്രിയമായ പല കഴിവുകൾ, നമ്മൾ ഇന്ന് സാധാരണ ടെലിപ്പതി, ESP, ക്ലെയർവോയൻസ് എന്നൊക്കെ പറയുന്ന പല സിദ്ധികളുണ്ട്. ദൂര ശ്രവണം, ദൂരത്തിനുള്ളതിനെ കാണാൻ കഴിയുക, മനസ്സ് വായിക്കാൻ കഴിയുക, അങ്ങനെ പലതും ഇന്ന് പല സിദ്ധന്മാർക്കുമുള്ള കഴിവ്. പക്ഷെ അതൊക്കെ വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടിട്ട് വരുന്നതാണെന്ന് നമ്മൾ ഓർക്കുക. അതിനുവേണ്ടി ശരയോഗം ചെയ്താൽ അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾ കടവുളിന് വേണ്ടി, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തെ അറിയാൻ വേണ്ടി ശരയോഗം ചെയ്യൂ. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ നമ്മളിലേക്ക് ഇതെല്ലാം വരും എന്നാണ് ശരയോഗികൾ പറയുന്നത്. അപ്പൊ സിദ്ധന്മാർ അനുഷ്ഠിച്ച വിദ്യ ആയതുകൊണ്ട് ഇതിനെ സിദ്ധ ശരയോഗം എന്ന് പറയുന്നു. അനുഷ്ഠിക്കുന്നവന് ലൗകിക സിദ്ധിയും അലൗകിക സിദ്ധികളും നൽകുന്നത് കൊണ്ട് ഇതിനെ ശരയോഗം, സിദ്ധ ശരയോഗം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ശരയോഗത്തെ പറ്റി ചുരുക്കത്തിൽ പറഞ്ഞത് ഈ ശരയോഗത്തിന്റെ പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്. ശരം എന്നാൽ ശ്വാസമെന്നും പ്രാണനെന്നും അർത്ഥമുണ്ട്. ആ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീക ശക്തിയായ പ്രാണനെ ശ്വാസത്തിലൂടെ അറിഞ്ഞ് നിയന്ത്രിച്ച് പ്രാണജയമുണ്ടായി, പ്രാണസിദ്ധി ഉണ്ടായി, ഇടകല, വലകല, മധ്യകല, ഇടതുശരം, വലതുശരം, സുഷുമ്നാസ്വരം, ഇതിലൂടെ ഒഴുകുന്ന പ്രാണനെ ബോധപൂർവം അറിഞ്ഞ് ഈ ഇട, വല, ഇട നാഡി, പിംഗലാനാഡി, സുഷുമ്നാനാഡിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ ചക്രങ്ങളെ, ആസ്ട്രൽ ബോഡിയിലെ ഈ പ്രാണൻ കേന്ദ്രീകരിക്കപ്പെടുന്ന ചക്രങ്ങളെ ഉണർത്തി മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ആ കുണ്ഡലിനി ശക്തി, മാനവബോധത്തെ സഹസ്രാരയിൽ ശിവബോധം ആക്കി മാറ്റുന്നു. മാനവൻ മാധവനാകുന്ന അവസ്ഥയാണ് ശരയോഗം. ഒപ്പം നമ്മൾ ഇന്ന് ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും പൂർവ്വജന്മ കർമ്മങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗ്രഹദോഷ, അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ, ജാതക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ശരയോഗത്തിലൂടെ മാറ്റി നിലവിലെ ജീവിതം അടക്കും ചിട്ടയും നിഷ്ഠയും അങ്ങനെ മുന്നോട്ട് നയിച്ച് ജീവിതത്തെ വിജയപ്രദമാക്കുന്ന ഒരു ശാസ്ത്രമാണ് ശരയോഗം എന്ന് പറയുന്നത്. സിദ്ധശരയോഗം, ശരശാസ്ത്രം, ശരനൂൽ യോഗം,
എന്നൊക്കെ വിളിക്കുന്ന എല്ലാം യഥാർത്ഥത്തിൽ ഇതാണെന്ന് മനസ്സിലാക്കുക. നമസ്തേ. ഓം നമഃ ശിവായ.